السلام عليكم ورحمة الله وبركاته. مرحبا بجميع الطلاب الصف الثامن إلى الدرس مراجعة الدروس من المنطقة المركزة. في هذا الدرس نراجع الوحدة الثالثة والرابعة والخامسة. عليكم أن تركزوا على هذه المراجعات بدقة ونشاط. Dear 8th standard student, a warm welcome to the analyzing session of Focus Zone. I request you to participate in this session with an active and high interested mind. We are going to analyze the third and fourth and 5 units. ഫോക്കസ് ഏരിയയിലെ അവലോകന പാഠഭാഗത്തിലേക്ക് 8ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ അവലോകനം കൃത്യതയോടെയും ഉത്സാഹത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഫോക്കസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3, 4, 5 യൂണിറ്റിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ മാത്രമാകുന്നു. 3ാമത്തെ യൂണിറ്റിൽ ദാത്തു നിതാഖൈൻ, റിലേറ്റഡ് ബാൻഡ്സ്, സെക്കൻഡ് വൺ നോബൽ പ്രൈസ്, ജായിസത്തുൻ നോബൽ, ഗേൾ ഏജ്, ഫതാത്തുൽ അസുർ. യൂണിറ്റ് 4ൽ നിന്ന് ഐ വാസ് സോ ഹാപ്പി, റിട്ടേൺ ടു ലൈഫ്, ഫ്ലവേഴ്സ് ഇൻ ദി യൂണിവേഴ്സ്. 5th യൂണിറ്റിൽ ഇഹ്ദർ അൽ ഫൈറൂസാത്ത് എന്ന 5th യൂണിറ്റിൽ ദി പെൻ സ്പീക്സ്. സെക്കൻഡ് വൺ അൽ ആലമു ബൈന അത്രാഫിൽ അനാമിൽ, ദ വേൾഡ് ഈസ് ബിറ്റ്വീൻ ദി ടിപ്സ് ഓഫ് ദ ഫിംഗർ ടിപ്സ്. ഇങ്ങനെ തുടങ്ങിയ 3, 4, 5 യൂണിറ്റുകളിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ 3ാമത്തെ അസസ്മെൻറ്റ് ടെസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ റിവിഷൻ ക്ലാസ് കേൾക്കുകയും അസസ്മെൻറ്റ് ടെസ്റ്റിൽ നമ്മൾ നൽകുന്ന ചോദ്യങ്ങളുടെ രൂപങ്ങളും അതുപോലെ തന്നെ അവയെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിൽ നമ്മൾ ഒരു ചോദ്യം തരികയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് ആൻസർ രേഖപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്നിട്ടും നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ പറയപ്പെട്ടിരുന്ന ഓരോ പാഠഭാഗങ്ങളിൽ പറയപ്പെട്ട വർക്ക്സുകൾ അതുപോലെ മീനിങ്സുകളൊക്കെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. ഇനിയും കംപ്ലീറ്റ് ആക്കാത്തവർ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യം കൂടെ ശ്രദ്ധയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇൻഷാ അള്ളാ അസസ്മെൻറ്റ് ടെസ്റ്റ് 3 അതിനു വേണ്ടി നമുക്ക് തയ്യാറാകാം. ഓക്കെ, അൽ വഹദത്തു സാലിസ, 3rd യൂണിറ്റ്, ജുഹൂദുൽ മർഅ, വുമൻസ് എഫേർട്ട്, സ്ത്രീയുടെ ത്യാഗം, പരിശ്രമം എന്ന യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് എന്ന് നാം പറഞ്ഞു. ദാത്തു നിതാഖൈൻ, റിലേറ്റഡ് ബാൻഡ്സ്, കയറുടയവൾ. സെക്കൻഡ് ചാപ്റ്റർ ജായിസത്തു നോബൽ, നോബൽ പ്രൈസ്. 3rd ചാപ്റ്റർ ഫതാത്തുൽ അസർ, ഗേൾ ഏജ്, കാലത്തിൻ്റെ യുവത എന്നീ തുടങ്ങിയ 3 പാഠഭാഗങ്ങളാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് നമുക്ക് അറബിയിൽ പഠിക്കാനുണ്ടായിരുന്നു. ഒരു സ്ത്രീ, സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ പേരുകൾ അവരാരൊക്കെ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. ഉദാഹരണം ഉമ്മ്, അതുപോലെ ഉഖ്ത്, സൗജത്ത്, ജദ്ദത്ത്, ബിന്ത്, ബിന്തുൽ അഖ്, ബിന്തുൽ അമ്മ്, ഉഖ്തു സൗജ്, ബിന്തുൽ ഉഖ്ത്, സൗജത്തുൽ ഇബ്നി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങൾ, കുടുംബവുമായി ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പദങ്ങൾ, മീനിങ്സുകൾ നമുക്ക് തുടക്കത്തിൽ തന്നെ പഠിക്കാനുണ്ടായിരുന്നു.
അതുപോലെ ദാത്തുൻ നിത്താഖൈൻ എന്ന ഒരു ചരിത്ര കഥാ സംഭവം നടന്ന റിയാലിറ്റിയുള്ള ഈ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഈ കഥയിൽ നിന്ന് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇസ്തിമാറയാകുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഒരു പാരഗ്രാഫ് തരികയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന് ആൻസർ രേഖപ്പെടുത്തുക എന്നീ തുടങ്ങിയ കാര്യങ്ങളാകുന്നു ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു. ഉദാഹരണം മൻ കാന റഫീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജ്റ, ആ ഹിജ്റ യാത്രയിൽ, പലായന യാത്രയിൽ ദാത്തുൻ നിത്താഖൈൻ എന്ന പേര് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾക്ക് നൽകാനുള്ള കാരണം തന്നെ അവർ രണ്ടുപേരും, സുഹൃത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബിയും ചേർന്നുള്ള യാത്രയിൽ ഭക്ഷണം തയ്യാറാക്കുകയും അവർക്ക് വേണ്ട യാത്രക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കൊടുത്തത് അസ്മാ ബീവി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൽ 2 കയറുടയവളായിരിക്കും എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ ബീവിയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ മൻ ഖാന റഫീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇജ്റ ദിവസം, പലായന ദിവസം നബിയുടെ കൂട്ടുകാരൻ ആരായിരുന്നു എന്ന ക്വസ്റ്റ്യൻസിന് നമുക്കറിയാം ആൻസർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് തന്നിരുന്നു. മൻ ജഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തുആമൻ, ആരായിരുന്നു ഭക്ഷണം തയ്യാറാക്കി കൊടുത്തിരുന്നത്. അതുപോലെ മാതാക്കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുആഇൽ അസ്മാ റളിയല്ലാഹു അൻഹു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിൽ പറഞ്ഞത് എന്തായിരുന്നു. ബിമ ലൊക്കിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹു ബിദാത്തുൻ നിത്താഖൈൻ എന്ന പേര് നൽകാനുള്ള കാരണം ബാദഷഖത്ത് അസ്മാ റളിയല്ലാഹു അൻഹു, എന്തായിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹു കീറിയത്. ആ യാത്ര പോകുന്ന നിമിഷത്തിൽ ആ ഭക്ഷണ പദാർത്ഥവും അതുപോലെ തന്നെ വെള്ളവും കെട്ടാൻ വേണ്ടി തൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു കയറ് കീറിക്കൊണ്ട് 2 കഷ്ണമാക്കിക്കൊണ്ടായിരുന്നല്ലോ ബന്ധിച്ചിരുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മാതാക്കാന ഫിൽ കീസി, എന്തായിരുന്നു സഞ്ചിയിലുണ്ടായിരുന്നത്. മൻ വാലിദു അസ്മാ റളിയല്ലാഹു അൻഹു, പിതാവ് ആരാണ്. അൽ താരിഫൂന ഉഖ്തു അസ്മാ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയെ നിങ്ങൾക്കറിയുമോ. മസ്മുഹ, അവരുടെ പേരെന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിമാറ. പേജ് നമ്പർ 45 ഇസ്തിമാറ തയ്യാറാക്കാൻ ബയോഡാറ്റ. അപ്പോൾ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുൾ നെയിം, മക്കാനുൽ മീലാദ്, ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അതുപോലെ ആമുൽ മീലാദ്, ഇസ്മുൽ വാലിദ്, ഇതൊക്കെ നമുക്ക് പഠിച്ചതാണ്. അപ്പോൾ ഇസ്മുൽ കാമിൽ ആരാണ് എന്താ ചോദിച്ചാൽ അസയ്യിദ് അസ്മാ ബിൻത് അബൂബക്കർ, അതുപോലെ മക്കാനുൽ മീലാദ് മക്ക ഫിൽ മക്ക, ആമുൽ മീലാദ് സനത 27 ഖബൽ ഹിജ്റ, ഇസ്മുൽ വാലിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്മുൽ ജദ് അബൂ കുഹാഫ, ലഖബ് ടൈറ്റിൽ നെയിം നിക് നെയിം ദാത്തുൻ നിത്താഖൈൻ, ഇസ്മുൽ സൗജ് സുബൈർ ബിൻ അവ്വാം, ഇസ്മുൽ ഇബ്ന് അബ്ദുല്ലാഹി ബിൻ സുബൈർ, ആമുൽ വഫാത്ത് 73 മിൻ ഹിജ്റ, ഡെത്ത് ഇയർ, മക്കാനുൽ വഫാത്ത് ഫിൽ മദീന എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചതാണ്. അതൊക്കെ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ വൃത്തിയോടുകൂടെ തന്നെ നിങ്ങൾ ബോക്സൊക്കെ വരച്ച് എഴുതണം. പിന്നെ പേജ് നമ്പർ 45 തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിതാവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോൾ അസ്മാ ബീവി തയ്യാറാക്കി എഫേർട്ട് എടുത്ത അസ്മാ ബീവിയുടെ എഫേർട്സ്, അവളുടെ ത്യാഗത്തെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ നമ്മോട് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. അതുപോലെ പേജ് നമ്പർ 46 മസ്മു വാലിദു അസ്മാ റളിയല്ലാഹു അൻഹ ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബു ഫിൽ ഓരി. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മളെ പുസ്തകത്തിൽ നിന്നുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഒരു കവിത തന്നുകൊണ്ട് അതിനോട് അനുയോജ്യമായിട്ടുള്ള വരികൾ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കുക. അതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ 47 ജായിസത്തു നോബൽ പ്രൈസ്. ജായിസത്തു മിൻ ജംഅ ജവായിസുൻ, ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രൈസ്, സമ്മാനത്തിനൊക്കെ പറയൂലേ. ഓക്കെ, ഇത് തവക്കുൽ അബ്ദുസ്സലാം കർമാൻ എന്ന ഒരു പ്രശസ്ത യമനിയൻ നാഷണാലിറ്റിയുള്ള ഒരു എഴുത്തുകാരിയെ, ഒരു പത്രപ്രവർത്തകയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആകുന്നു. അവൾ ഒരുപാട് യമൻ പത്രങ്ങളിലും അതുപോലെ തന്നെ അറബ് പത്രങ്ങളിലൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഷീസ് റോട്ട് മെനി ആർട്ടിക്കിൾസ് ഇൻ യമൻ ന്യൂസ് പേപ്പർ ആൻഡ് അറബിക് ന്യൂസ് പേപ്പർ. മാത്രമല്ല ഷീസ്
അവളെന്തായിരുന്നു പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്നു. മാത്രമല്ല യമനിലെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി വുമൺസ് റൈറ്റ്സ് ഇൻ യമനിലെ സ്ത്രീ അവകാശത്തിന് വേണ്ടിയിട്ട് പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, അതുപോലെ തന്നെ മീഡിയകളിലൂടെ ശബ്ദമുയർത്തിയ ഒരു വനിതയായിരുന്നു തവക്കുൽ കർമാൻ. മാത്രമല്ല അവൾ പഠനരംഗത്ത് തന്നെ ഒരുപാട് പിന്നെ മേഖലകൾ കരസ്ഥമാക്കിയ, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയ ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ സ്ത്രീയാകുന്നു തവക്കുൽ കർമാൻ എന്നുള്ളത്. മാത്രമല്ല ഒരുപാട് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മെനി ഹോണേഴ്സ് ബൈ പിന്നെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ, ഒരുപാട് മേഖലകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് പ്രൈസുകൾ കരസ്ഥമാക്കിയ ഒരു സ്ത്രീയാകുന്നു. മാത്രമല്ല തവക്കുൽ കർമാൻ എന്തായിരുന്നു, നോബൽ പീസ് പ്രൈസ് ഫോർ ദി ഇയർ 2011 നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ ഒരു വനിതയാകുന്നു. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് ചോദിക്കുക ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ്. ഇസ്തിഫ്താവുൽ മുഖാബൽ നേരിട്ടിട്ടുള്ള ഒരു സ്ത്രീയോട് അഭിമുഖീകരിക്കേണ്ട രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുക. അപ്പോൾ ആ രൂപത്തിൽ ഉദാഹരണം മസ്മുക്കി വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്ത്. അപ്പോൾ ലമീറുകൾ വ്യക്തമാക്കുന്ന നീ എന്നുള്ള, നിങ്ങൾ എന്നുള്ള രൂപത്തിൽ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് പൊതുവേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്ന രൂപത്തിലാകണം ഈ പാഠഭാഗം പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ ഫത്താത്തുൽ അസ്ർ, കാലത്തിൻ്റെ യുവത എന്ന ഒരു കവിതയാണ് മുഹമ്മദ് ദബിൽ എന്ന കവി എഴുതിയ. പിന്നെ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി അവൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് എഴുതിയ ഒരു കവിതയാകുന്നു. അവൾ യഥാർത്ഥത്തിൽ തഖാഫു അഹ്കാമൽ ശരീഅത്തി വ തുഹിബ്ബു സൗജഹ ഹുബ്ബൻ ഷദീദ, അല്ലേ, ഷി ലവ്സ് ഹെർ ഹസ്ബൻഡ്, ഗുഡ് ഗേൾ ഈസ് അഫ്രൈഡ് ഓഫ് ദി ഇസ്ലാമിക് റൂൾ, അതുപോലെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഭയപ്പെടുന്ന, തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന, മാത്രമല്ല പിന്നെ നല്ല റബ്ബുൽ ബനാത്തി അല അഖ്ലാഖിൽ ഹസന, നല്ല രൂപത്തിൽ മൊറാലിറ്റി നൽകുന്ന, മോറൽസ് പരിപാലിക്കുന്ന, മാത്രമല്ല വദാലിക ത്വരീഖുൻ നജാഹ് വൽ ഹുൽവ്, പാത്ത് ഓഫ് സക്സസ്, നല്ല വിജയപരമായ വഴികൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകായോഗിയായിട്ടുള്ള ഒരു സോലിഹത്തായ പെൺകുട്ടിയെക്കുറിച്ച് എഴുതിയ ഒരു കവിതയുണ്ട്. അപ്പോൾ ആ കവിതയിൽ വരുന്ന ഒരുപാട് പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പദങ്ങളും അതുപോലെ തന്നെ ഈ കവിത എഴുതിയ പിന്നെ കവി ആരാണ്, പോയറ്റ്സ് ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. മാത്രമല്ല ഒരു കാലത്തിൻ്റെ യുവതയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ അത് എഴുതാൻ പറ്റുന്ന രൂപത്തിലും നമ്മൾ പഠിക്കണം. പിന്നെ കാലത്തിൻ്റെ യുവത എങ്ങനെയായിരിക്കും, അതിൻ്റെ മൈനസ് ആൻഡ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് നമ്മൾ പഠിക്കണം. അതുപോലെ മുഹമ്മദ് സഅദ് ദബിൽ എന്നുള്ള അദ്ദേഹം എവിടെയാകുന്നു പിന്നെ ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസുകൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ, പേജ് നമ്പർ 50 പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ദബിൽ, ദക്തൂർ മുഹമ്മദ് ദബിൽ വാസ് ബോൺ ഇൻ ദി കിങ്ഡം, അല്ലേ, ഓഫ് സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. 1940 മാത്രമല്ല ദറസഫി ജാമിയത്തിൽ ഇമാം മുഹമ്മദ് ബിനു സൗദ് ഇസ്ലാമി എന്ന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചു. അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഹി അച്ചീവ്ഡ് ഈസ് ഡോക്ടറേറ്റ് ഇൻ ഫി ബലാഅത്തി വൻ നഖ്ദി, ക്രിറ്റിസിസം അതുപോലെ തന്നെ അങ്ങനത്തെ ബലാഅയിലൊക്കെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. മാത്രമല്ല അദ്ദേഹം ഒരു പിന്നെ കവിയായിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, കവിതാ പുസ്തകങ്ങൾ, പോയംസ്, ഹിസ്റ്റോറിക്കൽ പോയംസ് അദ്ദേഹം പിന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാകുന്നു അൽ ഇസ്ലാമിയാത്ത്, അൽ ഖവാത്തിർ എന്ന പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് വ്യക്തമായിട്ട് കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ടെസ്റ്റിന് അംഗീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയി. ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ വരുത്തുക. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അൽ വഹദത്തു റാബിയ, യൂണിറ്റ് 4, അത്തുഫൂലത്തു ഫജ്റുൽ ഹയാത്ത്,
ചൈൽഡ്ഹുഡ് സ്റ്റാർട്ട് ഓഫ് ലൈഫ്, അതായത് ചെറുപ്പകാലത്തിൻ്റെ പ്രാരംഭഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആകുന്നു. ഇതിൽ 4 ചാപ്റ്ററുകളാണ് നമുക്ക് ഉള്ളത്. കം കാനത്ത് ഫർഹത്തി, ഹൗ ഹാപ്പി ഐ വാസ്, ഞാൻ എത്ര സന്തോഷവാനാകുന്നു. അത് കഴിഞ്ഞാലുള്ള ചാപ്റ്ററാണ് ലൈത്തഹു ദഹബ ഇലൽ മദ്രസ, വെൻ ടു സ്കൂളിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്നുള്ള പാഠമാണ്. അത് നമുക്ക് ഫോക്കസ് ഏരിയയിലില്ല, അപ്പോൾ അത് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല. അൽ ഔദത്തു ഇലൽ ഹയാത്ത്, ബാക്ക് ടു ലൈഫ്, റിട്ടേൺ ടു ലൈഫ്, ജീവിതത്തിലേക്കുള്ള മടക്കം എന്നുള്ള ഒരു രസകരമായ പാഠം, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. അതുപോലെ ലാസ്റ്റ് ചാപ്റ്റർ സുഹൂറുദ്ദുന്യ, ഫ്ലവേഴ്സ് ഓഫ് ദി വേൾഡ്, അതായത് ഈ ലോകത്തിൻ്റെ പുഷ്പങ്ങൾ എന്ന പാഠഭാഗം. ഈ 3 ചാപ്റ്ററുകളാണ് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലൈത്തഹു ദഹബ ഇലൽ മദ്രസ എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, അത് ഫോക്കസ് ഏരിയയുടെ അല്ലാത്തതുകൊണ്ട്. പേജ് നമ്പർ 54 ജായിസത്ത് നോബൽ ലിസലാമിൽ ഹിന്ദി, നോബൽ പീസ് പ്രൈസ് ഫോർ ഇന്ത്യയിലെ നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ കൈലാസ് സത്യാർത്ഥി എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിമറിച്ച, അദ്ദേഹം ഒരുപാട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടുക എന്നുള്ള കാര്യം പഠിക്കണം. അതുപോലെ കം കാനത്ത് ഫർഹത്തി, ഔ ഹാപ്പി ഐ വാസ് എന്നുള്ള ഒരു പാഠഭാഗമുണ്ട് അല്ലേ. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ, അതുപോലെ അതിൽ പറയപ്പെട്ട ഡയറികൾ, അതൊക്കെ നമ്മൾ ഡയറികൾ എങ്ങനെ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കം കാനത്ത് ഫർഹത്തി ഹീനദ ആനി മുദിർ മുഖാത്തർലി ജുലൂസി അൽ മസ്ര, സ്റ്റേജിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ച അവസരത്തിൽ, ഡിസ്ട്രിക്ട് മാനേജർ അദ്ദേഹത്തെ ക്ഷണിച്ച അവസരത്തിൽ ഞാൻ വല്ലാത്ത സന്തുഷ്ടവാനായി, അതുകൊണ്ട് മുംതലത്ത് കൽബി മസറ, മൈ ഹേർട്ട് വാസ് ഫിൽഡ് വിത്ത് പ്ലഷർ, അല്ലേ, സന്തോഷത്താൽ എൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു എന്ന് തുടങ്ങി അദ്ദേഹം എഴുതുന്ന ഡയറി കുറിപ്പുണ്ട്. അതുപോലെ നമ്മൾ എങ്ങനെ ഒരു ഡയറി എഴുതാം എന്നുള്ള രൂപത്തിലുള്ള ഒരു ഡയറി എഴുതാനുള്ള കാര്യമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന്, ഈ പേജിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കൈലാസ് സത്യാർത്ഥി എന്ന അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മാത്രമല്ല പേജ് നമ്പർ 56 ഒരു ബർനാമിജിൻ്റെ ഒരു കോളം കൊടുത്തിട്ടുണ്ടല്ലേ, പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രോഗ്രാം ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് സ്വാഗതം വേണം, അധ്യക്ഷൻ വേണം, ഉദ്ഘാടകൻ വേണം, ആശംസ പ്രസംഗം വേണം, നന്ദിയൊക്കെ വേണം. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് അറബിയിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാനുണ്ട്. കലിമത്ത് റഹീബ്, വെൽക്കം സ്പീച്ച്, റയീസ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ്, അധ്യക്ഷൻ, ഇഫ്തിത്ത ഇനാഗ്രേഷൻ, കലിമത്ത് തഹാനി എന്ന് പറഞ്ഞാൽ ആശംസ പ്രസംഗം, കലിമത്ത് ശുക്ർ, ഓത്ത് ഓഫ് താങ്ക്സ്. അപ്പോൾ ഇത് എഴുതേണ്ട രൂപങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു സംരംഭം നടന്നപ്പോൾ ഫുആദ് സന്തോഷിച്ചതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. പിന്നെ ഒരുപാട് വേർഡ്സ് ആൻഡ് മീനിങ്സ്, മുഫ്രദ് ആൻഡ് ജംഅ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാ പാഠത്തിലും നമ്മളൊരു ഓട്ടപ്രദർശനം നടത്തുക. പിന്നെ അതുപോലെ തന്നെ അങ്ങാടിയിൽ വെച്ചിട്ട് കൂട്ടുകാരനെ കണ്ട സമയത്ത് നടന്ന സംഭവത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ. പിന്നെ അടുത്തൊരു ചാപ്റ്ററാണ് അൽ ഔദത്തു ഇലൽ ഹയാത്ത് എന്നുള്ളത്, റിട്ടേൺ ടു ലൈഫ്, ബാക്ക് ടു ലൈഫ്. ഔദത്ത് മീൻസ് റിട്ടേൺ, റജ എന്നുള്ള അർത്ഥം വരുന്ന മുത്രാദിഫ് വരുന്ന പദമാണ് ഔദത്ത്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ മുത്രാദിഫാത്തുകൾ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ഉള്ളത്.